ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടും. ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഉത്തരവാദിത്ത ബോധവും കൂടുതലുള്ളവരായതുകൊണ്ടും കഠിനാധ്വാനികളായതുകൊണ്ടും ആത്മവിശ്വാസമാണെങ്കിൽ വളരെയധികം ഉള്ളവരായതുകൊണ്ടും ഇവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഒപ്പം മനസ്സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. മിഥുനം രാശിയിലാണെങ്കിലോ 45 നാഴികയും കർക്കിടകം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ ജന്മരാശിയാധിപനായിരിക്കുന്നതായ ബുധൻ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി സുഖസ്ഥാനത്തേക്കും ദുരിതസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യം 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ അഷ്ടമഭാവത്തിലൂടെ ഈ ശുക്രൻ സഞ്ചരിക്കുകയും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. കൂടാതെ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ
12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും 2ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും വളരെയധികം വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈ സമയത്ത് കുടുംബത്തിലാണെങ്കിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അലസത വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ കർമ്മസംബന്ധമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയുടെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷവും നിവൃത്തിനാഥനും 7ാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്.